കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് അടുപ്പുകൂട്ടൽ സമരം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ജോസ് അടുപ്പുകൂട്ടൽ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ്, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ലക്ഷക്കണക്കിന് തൊഴിലാളികളും ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്നും ഗ്യാസിന്റെ വിലവർദ്ധനവും ക്ഷാമവും ഈ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും വിലവർദ്ധനവിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് സമീപം അടുപ്പുകൂട്ടൽ സമരം നടത്തി പ്രതിഷേധിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ജോസ് അടുപ്പുകൂട്ടൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന സമരം നമ്മളിപ്പോൾ ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെയാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് സമരം ചെയ്യാൻ ഈ സംഘടനയ്ക്ക് അറിയാതെ ഇതിലേക്ക് തെളിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ സമരം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു താക്കീതാണ്. ഈ സമരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സബ്സിഡിയോ ഇതിനൊരു മാറ്റവും വരുത്താൻ ഇപ്പൊ ഇവിടെ ഇൻഷുറൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. നമ്മളിവിടെ സമരം ചെയ്താലും ഡൽഹിയിലെത്തും. ഇതൊക്കെ ഇവിടെ പരിശോധിച്ച് വ്യാപാരികളുടെ യഥാർത്ഥ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലാക്കി ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇനി വരാതെ കേരളത്തിൽ ഏത് മാറിമാറിയ സർക്കാർ വന്നാലും യൂത്ത് വിങ്ങിന്റെയും മാതൃസംഘയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ.കെ. സേവ്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിങ് സംസ്ഥാന കൌൺസിൽ അംഗം പി.എം. ഷംജൽ സ്വാഗതം ആശംസിച്ചു. ജിജി ഏളൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആശ ലില്ലി തോമസ്, റെന്നി പി. വർഗീസ്, നൌഷാദ് പി.എം., അലിയാർ എം.എം., അജു മാത്യു, രഞ്ജിത് കുമാർ, അബ്ബാസ് കാബാക്കുടി, ബെന്നി ജോസഫ്, ഷെറു എം.എ., ഷിൻഡോ ഏലിയാസ് തുടങ്ങിയ ഒട്ടേറെ പേർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.